അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫിഗീതം. അതെ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ കലയെ കൊലവിളിക്കുന്നവർ സൂഫിഗീതത്തെയും മലീമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ചമസ്താനെ തനത് ഇസ്ലാമിക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കഫ്നൂനെ കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ കാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. കഫ്നൂനെ കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ കാദിറായ മുഹമ്മദോട് കരഞ്ഞു വിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു വിണ്ട് കൊതിച്ചു ഞാൻ. ഇച്ചമസ്താന് മത്തുപിടിച്ചതാണ്, മത്തുപിടിപ്പിച്ചതോ ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടി വൈവിഷ്ടങ്ങളൊക്കെ ഏകനായ ഉടയവനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ ആസ്വദിക്കാൻ ഏകതുണ ഹബീബ് തങ്ങളാണ്. നശ്വരമായി സഞ്ചാരി ജീവിതത്തിന് അർത്ഥവും ആത്മാവും നൽകുവാൻ മുത്തുനബിയുടെ ഹളറത്തിനോളം വലിയ മരുന്ന് മറ്റൊന്നുമില്ല. ഇച്ഛ പാടുന്നു. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിന്റെ അരോഗാവസ്ഥ മാത്രമാണ് ആരോഗ്യം അല്ല, അത് ആത്മാവിന്റെ പരിശുദ്ധ പരിസ്ഥിതിയും കൂടിയാണ്. തടിക്കും കൽബിനും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുവാൻ മുത്തനങ്ങളുടെ ഹളിറത്തിനോളം യോജിച്ചവർ ആരുണ്ട്? ഇച്ഛ അവസാനിപ്പിക്കുന്നില്ല. ആഹിരത്തിലും മുത്തുനബിയുടെ വിരുന്ന് സൽക്കാരത്തിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനമുറപ്പിക്കാൻ വിധി തരണേ എന്നുമാണ് അവിടുത്തെ പ്രാർത്ഥന. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂട്ടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂട്ടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. കഫ്നൂനെ 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 കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ കാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഇച്ഛകൾക്കു പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ആശാമരീചകൾ കൺമുമ്പിൽ വന്നു നിൽക്കുമ്പോഴും മനസ്സിനെ ബലി കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയും ആ കൈതവമായ പ്രതീക്ഷ ഹബീബ് തങ്ങളാണ്. ഇച്ഛയമസ്താന്റെ മറ്റൊരു വിരുദ്ധം ഇങ്ങനെ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ, തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ, തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തങ്കച്ചിപ്പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചിപ്പെണ്ണ് എന്നതുകൊണ്ട് മസ്താൻ ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങൾക്കു പിന്നാലെ പായുന്ന മറുത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. സുന്ദരമതം ഇസ്ലാമിനെയാണ്
താമരത്തോട്ടം കൊണ്ട് ഇച്ഛ സൂചിപ്പിക്കുന്നത് തായാർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. താരാട്ട് പാടുന്ന ഈ സുന്ദര മതം എന്നത് ഇസ്ലാമിനെയാണ് മഹാനായ ഇച്ഛ മസ്താൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മുല്ല മലർമണം വീശുന്ന ആശിക്കിൻ ആശക്കനാശം നീ ചെയ്തിടല്ല. മുല്ല മലർമണം വീശുന്ന ആശിക്കിൻ ആശക്കനാശം നീ ചെയ്തിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. മുത്തുനബിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാതെയുള്ള പ്രവർത്തനം അരുത്. മാത്രമോ ഈ ഭൗതിക ലോകത്തിന്റെ കണ്ണൻ ചിമ്പിക്കുന്ന പളപളപ്പിൽ രമിച്ച് നീ നിന്റെ ആയുസ്സിനെ കുരുതി കൊടുക്കരുത് എന്നുമാണ് ഇച്ചിവിടെ സൂചിപ്പിക്കുന്നത്. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.